അഭിനയ പ്രതിഭകൾക്കായി ഇതാ രംഗവേദി ഒരുങ്ങിയിരിക്കുന്നു. നാടകം പുരുഷസ്വാമിയാരുടെ കാലടികൾ വീണിടം കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം നടക്കുകയാണ്. ഓസ്കാർ പുരുഷു എന്ന നാടകം നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് സദസ്സ് ഏറ്റുവാങ്ങിയത്. കവി വീരാൻകുട്ടിയുടെ മണി കിട്ടിയതിനു ശേഷമുള്ള പൂച്ചയുടെയും എലികളുടെയും ജീവിതം എന്ന കവിതയെ ആസ്പദമാക്കിയാണ് കുട്ടികൾ നാടകം ചെയ്തത്. അതിമനോഹരമായ നാടകത്തെക്കുറിച്ച് ആ കുട്ടികൾ തന്നെ പറയട്ടെ. അതെ, രാഗേന്ദ്ര പൂച്ചയും പുരുഷു പൂച്ചയും തമ്മിലുള്ള യുദ്ധം എങ്ങനെയുണ്ടായിരുന്നു? യുദ്ധം ഞങ്ങൾ തമ്മിൽ അങ്ങനെ യുദ്ധമല്ല, പെട്ടെന്ന് എനിക്കറിയാം ഈ മണിയൊച്ച നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നെ മറന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. ഞാനിനി പുരുഷുവല്ല, സ്വാമിയാണ്. സാക്ഷാൽ ശ്രീമാൻ പുരുഷസ്വാമി. അടുത്ത കറുത്ത മാവിന് സ്വാമി സമാധിയാകും. അതോടെ ഈ മണിയൊച്ച എന്നേക്കുമായി നിലയ്ക്കൊരാശ്രമത്തിൽ ആശ്രയം നീ നൽകണേ. എന്നും എന്റെ ഹൃദയവാണി സ്നേഹമായി ജ്വലിക്കണേ. എന്നും എന്റെ ഹൃദയവാണി സ്നേഹമായി ജ്വലിക്കണേ. ചേട്ടനെ എന്നെ പൊങ്ങോ? കൊറിയോഗ്രാഫർ പിന്നെ ലാസ്റ്റ് സീനിലെ കൊറിയോഗ്രാഫി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ എത്ര നാളുകൊണ്ട് ഇത് നാടകം പഠിച്ചത്? തന്നെ 2 ദിവസമല്ല റിഹേഴ്സൽ ചെയ്ത് കുറവാണ്. ഞങ്ങൾക്ക് കീർത്തനിച്ച് 10ലാണ്, അപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഈ നാടകം ഇങ്ങനെ മൊത്തമാവാൻ ഒരു 3 മാസം എടുത്ത്. ഈ കാര്യമായിട്ട് എടുത്ത് സ്ക്രിപ്റ്റ് ചെയ്യണോ, അതൊക്കെ റിഹേഴ്സൽ ആകെ 1 മാസം ഉണ്ടാവും. അതെ, ഞങ്ങളിങ്ങനെ ചർച്ചയ്ക്കിടും. സ്ക്രിപ്റ്റ് ഒക്കെ തുടങ്ങുന്നതിന് കുറേ മാസം മുമ്പ് തന്നെ ചർച്ചയ്ക്കിടും. പിന്നെ അത് കഴിഞ്ഞു അതിന് ഓരോ പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് ചുരുക്ക സമയത്ത് മാത്രം റിഹേഴ്സൽ ചെയ്യും. കോഴിക്കോട് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഓസ്കാർ പുരുഷു എന്ന നാടകം സോപാനം തിയേറ്റർ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് ഏറ്റുവാങ്ങിയത്. ഏറ്റവും അവസാനമായിട്ട് ഇതിനകത്തെ രാഗേന്ദ്ര പൂച്ചയോട് ഒരു ഒറ്റ കാര്യം കൂടെ ചോദിക്കാം. ഒരു ഉമ്മ തരുമോ ആ സീനിലെ പോലെ? സാറന്മാരെ ജീവിക്കാൻ
ഞാനെല്ലാം കൊമ്പി കൊണ്ട് ചോദിക്കാം. എനിക്കൊരു ജന്മം കൂടി തന്നൂടെ? ആദ്യ ജന്മമാണോ? ഒരിക്കലും അല്ല. ഇതൊരു ജന്മം, ഇത് പറയിപ്പിക്കാത്തൊരു ജന്മം. കൂട്ടുകാരെ നന്ദി. നിങ്ങൾക്കും വീരാൻകുട്ടി മാഷിന്റെ മണികെട്ടിയതിനു ശേഷമുള്ള പൂച്ചയുടെയും എലികളുടെയും ജീവിതം എന്ന കവിതയ്ക്കും